നമസ്കാരം. പിണറായി വിജയൻ തൃശ്ശൂരിൽ ഇന്നലെ വന്നപ്പോൾ അവിടെ രഹസ്യമുറിയിൽ ഇരുന്നു കൊണ്ട് വർഗീസ്, അവിടുത്തെ ജില്ലാ CPM സെക്രട്ടറി വർഗീസ്, അതേപോലെ കുന്നംകുളം MLA മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ, അതേപോലെ MK കണ്ണൻ എന്നിവരെ പ്രത്യേകമായി കണ്ടത്. ഇവരെ എല്ലാവരെയും നേരത്തെ നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അവരെ ഇങ്ങനെ വന്നതിന് കാരണം ഇത്തവണത്തെ BJPയുമായിട്ടുള്ള ധാരണ പ്രകാരം 6 സീറ്റുകളിൽ BJPയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ള ധാരണയാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അത് നിർബന്ധമായിട്ടും വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ള ധാരണയാണ് അമിത്ഷായ്ക്കുള്ളത്. അമിത്ഷായ്ക്ക് എത്രയും താല്പര്യപ്പെടുക, കാരണം മോദി 2 തവണ അവിടെ വരികയും അതേപോലെ സുരേഷ് ഗോപിയോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടുള്ളതാണ്. മോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ സുരേഷ് ഗോപിയെ നിർബന്ധമായി വിജയിപ്പിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ വന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതല്ല എങ്കിൽ, കൃത്യമായി അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ AC മൊയ്തീനെയും MK കണ്ണനെയും ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്താലും അത് വലിയ നേട്ടമായി മാറും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. അപ്പോൾ അറസ്റ്റ് വേണോ അതല്ല നിർബന്ധമായും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മുന്നിലുള്ളത്. പിണറായി വിജയൻ്റെ മുന്നിലുള്ള കാര്യത്തിൽ തീർച്ചയായും പിണറായി വിജയൻ വിജയിപ്പിച്ചു കൊടുക്കാം എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ല എങ്കിൽ ഘട്ടം ഘട്ടമായി കേരളത്തിലെ CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ്റെ മകളെയായിരിക്കും. പിന്നീടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുക, പിന്നീട് ഭാര്യയെ അറസ്റ്റ് ചെയ്യും, പിന്നെ മകനെയും അറസ്റ്റ് ചെയ്യും. അങ്ങനെ ആ കുടുംബസമേതം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് PC ജോർജാണ്. PC ജോർജ് വെറുതെ പറയുന്നല്ല, എല്ലാ തെളിവുകളും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ വഴി അമിത്ഷായുടെ കൈവശവും അതേപോലെ നരേന്ദ്രമോദിയുടെ കൈവശവും കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിപ്പിച്ചവൾ പറഞ്ഞത്. സ്വർണ്ണ കള്ളക്കടത്തിൽ പിണറായി വിജയനും ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായി സൂചിപ്പിച്ചുള്ളത്. അതായത് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും. അതിൻ്റെ ഭാഗമായി പിണറായി വിജയന് ഇത്തവണ 6 സീറ്റുകൾ വിജയിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വിജയിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും പിണറായി വിജയന് കേജ്രിവാളിൻ്റെ അനുഭവമായിരിക്കും. ചിലപ്പോൾ കേജ്രിവാളിനെക്കാളും വളരെ ദയനീയമായിട്ടായിരിക്കും പിണറായി വിജയൻ ഉണ്ടാവുക. ആദ്യം മകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ ഗ്യാസ് പോവും. പിന്നെ പിണറായി വിജയനും അതേപോലെ മകനും ഭാര്യയും ആകുമ്പോൾ പിന്നെ കഥ കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ട കാര്യം. അതിന് പകരം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നശിച്ചാൽ എന്താ, BJP ജയിച്ചാൽ എന്താ, പിന്നെ സുരക്ഷിതമായി നിൽക്കണം. കിട്ടിയ പൈസയൊക്കെ, അതായത് 10-25,000 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ലാവ്ലിൻ കേസ് ഡൽഹിയിലുണ്ട്, സ്വർണ്ണ കള്ളക്കടത്ത് കേരളത്തിലുണ്ട്, അതേപോലെ ഡോളർ കടത്ത് കേസുണ്ട്, പിന്നെ നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് കേസുണ്ട്, ഇപ്പോൾ മാസപ്പടി വിവാദം, പിന്നെ എത്ര കേസുകൾ കിടക്കുന്നു. ഈ കേസുകളിലെല്ലാം തന്നെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റും NIAയും അതേപോലെ CBIയും അതുപോലുള്ള ഏജൻസികളെല്ലാം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും എല്ലാം തന്നെ സീരിയസ് ആയ നിലപാടെടുത്താൽ എന്നോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ട ആളാണ് പിണറായി വിജയൻ. ഇപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി പിണറായി വിജയൻ ജീവനും കൊണ്ട് തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കാണ് തൃശ്ശൂരിലെത്തി. അപ്പോൾ തന്നെ അവിടെ എങ്ങനെ പാർട്ടി വോട്ടുകൾ BJPക്ക് അനുകൂലമായി ചെയ്യാം, സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചെയ്യാം എന്നുള്ള പ്ലാനാണ് നടന്നത്. അവിടെ CPIയുടെ സീറ്റാണ്. ഇതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം, അതേപോലെയാണ് ആറ്റിങ്ങൽ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും CPI സ്ഥാനാർത്ഥികളെ ആണ് തോൽപ്പിക്കേണ്ടത്. CPI സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് CPM വോട്ട് ചെയ്യേണ്ടത്. അപ്പം അവർ തോറ്റാൽ പ്രശ്നം പിണറായി വിജയൻ തീരെയില്ല. ആറ്റിങ്ങലാകട്ടെ അവിടെ ജോയിയാണ് മത്സരിക്കുന്നത്. അവിടെ എതിരായി നിൽക്കുന്നത് അവിടെ അനുകൂലമായി നിൽക്കുന്ന ആരാണ്? നമ്മുടെ BJPയുടെ മുരളീധരനെ ജയിപ്പിച്ചതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനാണ്. കാരണം മുരളീധരനാണ് പിണറായി വിജയൻ ഇത്രയും കാലം സംരക്ഷിച്ചിട്ടുള്ളത്. സുരേന്ദ്രനും മുരളീധരനും പിണറായി വിജയനും യൂസഫ് അലിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് കേരളം ശരിക്കും ഭരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മുരളീധരനെ വിജയിപ്പിച്ചില്ല എങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചടി പിണറായി വിജയന് കിട്ടും, യാതൊരു സംശയവും വേണ്ട. അപ്പം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഇലക്ഷന് മുമ്പാണോ ഇലക്ഷന് ശേഷമാണോ എന്നുള്ള കാര്യം നമുക്ക് അധികം താമസിയാതെ അറിയാൻ പറ്റും. ഒരു ടെസ്റ്റ് ഡോസിന് ചിലപ്പോൾ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ MK കണ്ണനെ അറസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വർഗീസിനെയും അറസ്റ്റ് ചെയ്യാം.
ഇവർക്ക് കണക്ട് ചെയ്തുള്ള രേഖകളെല്ലാം എൻഫോഴ്സ്മെന്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്താൽ ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളെല്ലാം അവർക്കറിയാം. നമുക്കറിയാം കെജ്രിവാളിന് എന്തൊക്കെ ബന്ദോബസ്തുണ്ടായിട്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ കൊണ്ട് അടപ്പിച്ച് കണ്ടില്ലേ, കോടതിയിൽ ഹാജരാക്കുന്നത് കണ്ടില്ലേ. അത് എന്തൊരു പ്രവർത്തനമാണ്. ഒരു പട്ടാളക്കാർ തന്നെ ഇറങ്ങി ഡൽഹിയിലെ പട്ടാളത്തിൻ്റെ കയ്യിലായിരുന്നു, പോലീസും പട്ടാളവും എല്ലാം കൂടെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് ആയ ബന്ദോബസ്തിലായിരുന്നു ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ഡൽഹിയിൽ ആം ആദ്മി നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ വലിയ ശക്തമായിരുന്നെങ്കിലും എല്ലാ സ്ഥലങ്ങളെയും മുടങ്ങിപ്പോയെങ്കിലും അവിടെ ഇവർ കൃത്യമായ ഒരു പട്ടാളത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത്. ഏത് സമയത്തും ആരെയും വെടിവെച്ച് കൊല്ലാനുള്ള ആയുധങ്ങളുമായി തോക്കുമായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാവാതെ പോയത്. അല്ലായെങ്കിൽ ഇന്നലെ ഡൽഹി കത്തി അമർന്നിരുന്നേനെ. കാരണം തോക്കുമായിട്ട് എല്ലാ മേഖലകളെയും പട്ടാളക്കാർ ഇറങ്ങുമ്പോൾ, CRPF പോലെയുള്ള അർദ്ധ പട്ടാളക്കാർ ഇറങ്ങുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ഒതുങ്ങി പോകും. അത്രയും ഭീകരമായ രൂപത്തിലാണ് ഡൽഹിയിൽ ഇവരെ എല്ലാവരെയും സന്നിവേശിച്ചിട്ടുള്ളത്. എല്ലാ മേഖലകളിലും പോലീസിന്റെ കൺട്രോളിലായിരുന്നു, ഈ പട്ടാളക്കാരെ കൺട്രോളിലായിരുന്നു. എന്തായാലും കേരളത്തിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പോലും ദുഃഖിക്കില്ല. കാരണം പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യൂ, ഞങ്ങളെ പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് അവർ ശരിക്കും ആലോചിക്കുന്നത്. എന്തായാലും കേരളത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ്. കൈച്ചെറ ഇറക്കാനും വയ്യ, മധുരച്ചെറു തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.